വെൽക്കം ടു +1 മാത്തമാറ്റിക്സ് ക്ലാസ്. ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിൻ്റെ ഒരു 19 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ സെറ്റ്സിൻ്റെ മിസ്ലേനിയസ് എക്സർസൈസസ് പേജ് 26 തേർഡ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ലെറ്റ് ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി ബി സെറ്റ്സ് സച്ച് ദാറ്റ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി. ഷോ ദാറ്റ് ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എ യൂണിയൻ ബിയും എ യൂണിയൻ സിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തന്നിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇനി ബിയും സിയും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ യൂണിയൻ ബിയോട് ഇൻ്റർസെക്ഷൻ ബി കാണുന്നു. അത് തന്നെ ആയിരിക്കുമല്ലോ എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ലെഫ്റ്റ് എൽ എച്ച് എസിനോട് ഇൻ്റർസെക്ഷൻ ബി കാണുന്നു, റൈറ്റ് ആർ എച്ച് എസിനോട് ഇൻ്റർസെക്ഷൻ ബി കാണുന്നു. എ യൂണിയൻ ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഏതാണ്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ്സ് എയും ബിയും അവരുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് എയും ഇത് ബിയും ആണെന്ന് കരുതുക. അവരുടെ യൂണിയൻ ഇത് മൊത്തമായിരിക്കും. അപ്പോൾ അവരിലെ ഇൻ്റർസെക്ഷൻ കോമൺ പോർഷൻ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അത് ബി തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എൽ എച്ച് എസ് ബി ആകുന്നു. ആർ എച്ച് എസിന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഇവിടെ കിട്ടിയത് ഇവിടെ കിടക്കട്ടെ. ഇത് ഫസ്റ്റ് 1 റിസൾട്ടായിട്ട് എഴുതുക. ഇനി അടുത്തത് നമ്മൾ ഇൻ്റർസെക്ഷൻ സി കാണുന്നു. ഇവിടെ ഇൻ്റർസെക്ഷൻ ബി ആണ് എൽ എച്ച് എസിനോടും ആർ എച്ച് എസിനോടും കണ്ടത്. അതിന് പകരം എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നെഴുതാം. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എയും സിയും എ യൂണിയൻ സി എന്ന് പറയുന്നത് മൊത്തം വരും. ഇത് എയും ഇത് സിയും ആണെങ്കിൽ എ യൂണിയൻ സിയും ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ അത് സി തന്നെ വരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും തുല്യമാണെന്ന്. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ സിക്ക് പകരം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്നെഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സി. ഇത് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. സി ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സിയും ഒന്നാണ്. അപ്പോൾ റിസൾട്ട് 1 ഉം 2 നോക്കിയാൽ ഇത് രണ്ടും ഇതും ഈക്വലാണ്. അതുകൊണ്ട് ബിയും സിയും തുല്യമാണ്. അപ്പോൾ ഫ്രം 1 and 2 ബി ഈസ് ഈക്വൽ ടു സി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ഷോ ദാറ്റ് ദ ഫോളോയിങ് 4 കണ്ടീഷൻസ് ആർ ഈക്വലൻ്റ്. അപ്പോൾ കണ്ടീഷൻ 1 എന്ന് പറയുന്നത് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ 1 implies 2 എന്ന് തെളിയിക്കാൻ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കുമ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് തെളിയിക്കണം. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കുമ്പോൾ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി, അല്ലെ എ തന്നെ പൂർണ്ണമായിട്ടും ബി ആയിട്ടും വരാം. അപ്പോഴും എ സബ്സെറ്റ് ഓഫ് ബി ആണല്ലോ. എങ്ങനെയായാലും എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ മാത്രമുള്ളതും ബിയിൽ ഇല്ലാത്തതുമാണ്. അങ്ങനെ ഒരു കേസ് വരുന്നില്ല. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും എയിലെ എല്ലാ എലമെൻസും ബിയിലുള്ളതാണ്. എയിൽ മാത്രമായിട്ട് എലമെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എ മൈനസ് ബി നൾ സെറ്റാണ്. ഇനി 2 implies 3 എന്ന് പറയുമ്പോൾ എ മൈനസ് ബി നൾ സെറ്റ് ആണെങ്കിൽ എന്ത് തെളിയിക്കണം? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് തെളിയിക്കണം. എ മൈനസ് ബി നൾ സെറ്റ് ആയതുകൊണ്ട് തന്നെ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി തന്നെ വരുന്നു. അതുപോലെ 3 implies 4 എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി ആണ്. അതിൽ നിന്നും എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എ തന്നെ കിട്ടുന്നു. 4 implies 1 എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആണ്. എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ എ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. അങ്ങനെ 1 implies 2, 2 implies 3, 3 implies 4, 4 implies 1. അപ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അതായത് 1 implies 2 ആണ്, 2 implies 3 ആയതുകൊണ്ട് 1 implies 3 ആയിക്കോളും. അതുപോലെ തന്നെ 3 implies 4 ആണ്, 1 implies 4 ആയിക്കോളും. അതുപോലെ 2 implies 3 ആണ്, 3 implies 4 ആയതുകൊണ്ട് 2 implies 4 ആയിക്കോളും.
4 ഇംപ്ലൈസ് 1 ആയതുകൊണ്ട് 2 ഇംപ്ലൈസ് 1 ആയിക്കോളും. അങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലൻ്റ് ആയിക്കോളും. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് തെളിയിക്കേണ്ട കാര്യമില്ല. അതായത് 1 ഇംപ്ലൈസ് 2, 2 ഇംപ്ലൈസ് 1, അതുപോലെ 1 ഇംപ്ലൈസ് 3, 3 ഇംപ്ലൈസ് 1, 1 ഇംപ്ലൈസ് 4, 4 ഇംപ്ലൈസ് 1, 2 ഇംപ്ലൈസ് 3, 3 ഇംപ്ലൈസ് 2, 2 ഇംപ്ലൈസ് 4, 4 ഇംപ്ലൈസ് 2. അങ്ങനെ സെപ്പറേറ്റ് തെളിയിക്കേണ്ട കാര്യമില്ല. ഇത് ഇത്രയും തെളിയിച്ച് കഴിയുമ്പോൾ എല്ലാം ആയിക്കോളും. Question number 5. Show that if A is a subset of B, then C minus B is a subset of C minus A. A ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ C മൈനസ് ബി C മൈനസ് എയുടെ സബ്സെറ്റ് ആണെന്ന് തെളിയിക്കണം. അതിനായിട്ട് C മൈനസ് ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് C മൈനസ് എയിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു C മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് സിയിലുണ്ട്, എക്സ് ബിയിലില്ല. ഇനി എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ബിയിലില്ലാത്ത എലമെൻറ്റ്സ് ഒന്നും എയിലും ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് ബിലോങ്സ് ടു സി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് സിയിലുണ്ട്, എക്സ് എയിലില്ല എന്ന് പറയുമ്പോൾ എക്സ് സി മൈനസ് എയിലുണ്ട്. അപ്പോൾ എവരി എലമെൻറ്റ് ഓഫ് എക്സ് ഇൻ സി മൈനസ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി മൈനസ് എ. Therefore, C minus B is a subset of C minus A. Question number 6. Assume that P of A is equal to P of B. Show that A is equal to B. P of Aയും P of Bയും തുല്യമാണെങ്കിൽ എയും ബിയും തുല്യമാണെന്ന് തെളിയിക്കണം. എയും ബിയും തുല്യമാണെന്ന് തെളിയിക്കാൻ എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എ എന്നും തെളിയിച്ചാൽ മതി. അപ്പോൾ പി ഓഫ് എയിലെ മെമ്പറാണല്ലോ എ. കാരണം പി ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ആണ്. എയുടെ സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ നൾ സെറ്റ്, പിന്നെ എയിലെ ഒരു മെമ്പർ കുറവായത്, 2 മെമ്പർ കുറവ്, അങ്ങനെ ഉള്ള സബ്സെറ്റ്സ്. പിന്നെ എ എന്നതും എയുടെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ എയുടെ സബ്സെറ്റ്സിൻ്റെ സെറ്റാണ് പി ഓഫ് എ. അപ്പോൾ അതിനകത്ത് എ ഉണ്ട്, എ ബിലോങ്സ് ടു പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബിയും തുല്യമായതുകൊണ്ട് എ ബിലോങ്സ് ടു പി ഓഫ് എ എന്ന് പറയുമ്പോൾ എ ബിലോങ്സ് ടു പി ഓഫ് ബി എന്ന് പറയാം. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ്സിൻ്റെ സെറ്റാണ്. അതുകൊണ്ട് പി ഓഫ് ബിക്കകത്ത് എ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. ഇതുപോലെ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും ബി സബ്സെറ്റ് ഓഫ് എ എന്ന്. കാരണം ബി ബിലോങ്സ് ടു പി ഓഫ് ബി ആണ്. കാരണം ബിയുടെ സബ്സെറ്റ്സിനകത്ത് സബ്സെറ്റ്സിൻ്റെ സെറ്റാണ് പി ഓഫ് ബി. അപ്പോൾ അതിനകത്ത് ബി ഉണ്ട്. ബി ബിലോങ്സ് ടു പി ഓഫ് എ ആണ്. പി ഓഫ് ബിയും പി ഓഫ് എയും തുല്യമുണ്ട്. ബി ബിലോങ്സ് ടു പി ഓഫ് എ ആണ്. പി ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ സബ്സെറ്റിൻ്റെ സെറ്റാണ്. അതുകൊണ്ട് ബി പി ഓഫ് എയിലുണ്ടെന്ന് പറഞ്ഞാൽ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ. Therefore, A is equal to B. 7. Is it true for any sets A and B? P of A union P of B is equal to P of A union B. Justify your answer. P of Aയും P of Bയും തുല്യമാണോ? അല്ല, P of A union P of Bയും P of A union Bയും തുല്യമാണോ? എ എന്ന് പറയുന്ന സെറ്റ് 1, 2 എന്നെടുക്കാം. ബി എന്ന് പറയുന്നത് സെറ്റ് 2, 4 എന്നെടുക്കാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ സെറ്റ് 1, 2, 4 എന്ന് കിട്ടുന്നു. ഇനി പി ഓഫ് എ കണ്ടുപിടിക്കാം. പി ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ സബ്സെറ്റ്സ്. പി ഓഫ് എയിൽ എത്ര 2², അതായത് 4 എലമെൻറ്റ്സ് ഉണ്ടാകും. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 4, അല്ല സെറ്റ് 1, 2, അതായത് എ തന്നെ. ഇനി പി ഓഫ് ബിയിലും 4 എലമെൻറ്റ്സ് ഉണ്ടാകും. ഒന്ന് നൾ സെറ്റ്, സെറ്റ് 2, സെറ്റ് 4, സെറ്റ് 2, 4. ഇനി പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി നോക്കാം. പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി നൾ സെറ്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സെറ്റ് 1, ഇത് സെറ്റ് 2 ആണ്. സെറ്റ് 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സെറ്റ് 1, 2, പിന്നെ സെറ്റ് 4, സെറ്റ് 2, 4. പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ച് നോക്കാം. പി ഓഫ് എ യൂണിയൻ ബി നൾ സെറ്റ്, പിന്നെ എ യൂണിയൻ ബിയിലെ മെമ്പേഴ്സ് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 4. അതിനകത്ത് 2³ 8 സബ്സെറ്റ്സ് ഉണ്ടാകും. 1, 2, 3, 4, 4 കൂടി, അതായത് 2 ഇതുള്ളത്. സെറ്റ് 1, 2, സെറ്റ് 1, 4, സെറ്റ് 2, 4, പിന്നെ സെറ്റ് 1, 2, 4. ഇവിടെ പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബിയിലെ പി ഓഫ് എ യൂണിയൻ ബിയും തുല്യമല്ല. പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി.
അപ്പോൾ നമ്മുടെ അത് ട്രൂ അല്ല, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. സോ പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളത് നോട്ട് ട്രൂ ആണ്. അതിൻ്റെ നമ്മൾ ഒരു തെളിവും ഒരു എക്സാമ്പിൾ എടുത്ത് തെളിയിച്ചു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഫോർ എനി സെറ്റ്സ് എ ആൻഡ് ബി എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി ആൻഡ് എ യൂണിയൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. ഇത് വെൻ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ചെയ്യാം. ഇത് യൂണിവേഴ്സൽ സെറ്റ്, എയും ബിയും രണ്ട് സെറ്റ്സ്. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിയോട് എ മൈനസ് ബി ചേരുമ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ എയിൽ മാത്രമുള്ളത് ഇതാണ് എ മൈനസ് ബി. അപ്പോൾ ഈ എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ചേർന്നാൽ എന്ത് കിട്ടുന്നു? എ കിട്ടുന്നു. അപ്പോൾ ഫ്രം ദി വെൻ ഡയഗ്രാം എ മൈനസ് ബി ഇൻ്റർസെക്ഷൻ എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ എ യൂണിയൻ ഓഫ് ബി മൈനസ് എ, അതിൻ്റെ തെളിയിക്കാം. യൂണിവേഴ്സൽ സെറ്റ് എയും ബിയും, ബി മൈനസ് എ എന്ന് പറയുന്ന പോർഷൻ ഇതാണ് ബി മൈനസ് എ, ബിയിൽ മാത്രമുള്ളത്. അതിനോടുകൂടി എ ചേരുമ്പോൾ എ എന്ന് പറയുന്നത് ഇത് മുഴുവനാണ് എ. അപ്പോൾ എ യൂണിയൻ ഓഫ് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി മുഴുവനായി. അപ്പോൾ എ യൂണിയൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ് ഷോ ദാറ്റ് എ യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ. അപ്പോൾ സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെൻ ഡയഗ്രം ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, പ്രോപ്പർട്ടി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ യൂണിയൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് എഴുതാം. അപ്പോൾ എ യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്നെഴുതാം. എയ്ക്ക് എയോട് തന്നെയുള്ള യൂണിയൻ എ തന്നെ വരുന്നു, എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുള്ള എല്ലാ എലമെൻസും, അതിനോട് എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എ തന്നെ വരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഇത് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എ ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി എന്ന് പറയുമ്പം എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. നമ്മുടെ ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ എയും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എ തന്നെ വരുന്നു, എ യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗമാണ്, അതും എയും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയുമ്പോൾ എ തന്നെ വരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ 19 വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19 വീഡിയോസ് ചെയ്തിട്ടില്ല, 18 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഇത് 19ാമത്തെ വീഡിയോ.